ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയാണെങ്കിലും മലരാണെങ്കിലും ഒരു ഭാഗത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും സങ്കടത്തോടു കൂടിയാണ് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രിക ശരിക്കും സ്ഥലകാല ബോധമില്ലാത്ത പോലെ അവളുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്കത് നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. അപ്പം മലരും കരഞ്ഞുകൊണ്ട് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. മലര് ചന്ദ്രികയെ വിളിക്കുന്നുണ്ട്, അമ്മ. അപ്പോൾ ചന്ദ്രിക ആദ്യം കേൾക്കുന്നില്ല. മലർ ഒന്നുകൂടെ ശക്തിയെടുത്ത് വിളിക്കുകയാണ്, അമ്മാ പറ മലർ. ചന്ദ്രിക പറയാണ്, അല്ല, മഹേന്ദ്ര മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹവും ലക്ഷ്മി മുത്തശ്ശിയാണ് എൻ്റെ യഥാർത്ഥ മുത്തശ്ശനും മുത്തശ്ശിയും എന്നുള്ളത്. അത് സത്യമാണോ അമ്മ? മലർ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക മറുപടി ഒന്നും പറയാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മലർ വീണ്ടും ചോദിക്കുകയാണ്, പറ അമ്മ, അവരാണോ എൻ്റെ സ്വന്തം മുത്തശ്ശനും മുത്തശ്ശിയും അമ്മ? അപ്പോൾ ചന്ദ്രിക തലതാഴ്ത്തിക്കൊണ്ട് പറയാണ്, അതേ മലർ. അത് കേട്ട സമയത്ത് മലർ ഒന്നുകൂടെ കരയാണ്. എന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് തന്നെ പോയിക്കൂടെ? അത് കേട്ട സമയത്ത് ചന്ദ്രിക മലറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ മലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ പാടില്ല മോളെ, നമ്മൾ ഇവിടെ തന്നെ ജീവിക്കണം. അതെന്താ? മഹേന്ദ്ര മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോയാൽ എന്താ അമ്മ? മലരൊന്നും അറിയാതെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്ത വീട്ടിൽ ജീവിക്കാൻ പാടില്ല മോളെ. ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അത് മലര് കാണാതിരിക്കാൻ അവൾ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി കാറിലിരുന്ന് ചിന്തിക്കുന്നത് ചന്ദ്രിക ആ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുകൊടുത്ത സമയത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർ, ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകണം സർ. അപ്പോഴും മഹേന്ദ്രൻ യാചിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചന്ദ്രിക, അത് മലറിന് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതല്ലേ, ഇതൊക്കെ തിരിച്ചു തരുന്നത് നല്ലതാണോ ചന്ദ്രികയെ? അപ്പോൾ ചന്ദ്രിക തിരിച്ച് അയാളോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കുട്ടിക്ക് വേണ്ടുന്നത് എന്നെക്കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രനോട് സങ്കടത്തോടെ പറയുന്നുണ്ട്, മലറിന് വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തതാണിതൊക്കെ. പക്ഷേ ചന്ദ്രിക മലറിന് ഇതൊന്നും തൊട്ടു നോക്കാൻ കൂടെ അനുവദിച്ചില്ല. അപ്പോൾ മഹേന്ദ്രൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചന്ദ്രികയ്ക്ക് നമ്മുടെ മേൽ അത്രയധികം ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അവളെ ആശ്വസിപ്പിക്കാത്തത്. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആ സമയത്ത് കരയുന്ന മലറിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, മലർ, ആരെക്കുറിച്ച് ആലോചിച്ചിട്ടും എൻ്റെ മോള് കരയാൻ പാടില്ല. മലറിൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് ചന്ദ്രിക പറയാണ്, മോക്ക് അമ്മയായിട്ട് ഞാനില്ലേ, എനിക്കെൻ്റെ മോളും ഉണ്ട്. അത്രേ ഉള്ളൂടാ, നമുക്ക് വേറെ ആരുമില്ല, എൻ്റെ മോക്ക് മനസ്സിലായോ? അപ്പോഴും മലർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ, എനിക്ക് സ്കൂളിൽ പോകണം അമ്മ. അത് കേട്ടപ്പോൾ ചന്ദ്രിക കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാണ്, ശരി അമ്മ, നാളെ തന്നെ നിന്നെ ഇവിടെയുള്ള ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താം. എൻ്റെ മോള് നന്നായിട്ട് പഠിച്ചാൽ മതി, പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെ വേണേലും പഠിക്കാം. അപ്പോൾ മലര് വാശിയോടെ പറയുന്നുണ്ട്, അമ്മ, ഞാൻ ഇവിടെയുള്ള സ്കൂളിലൊന്നും പോവില്ല. മലര് വാശിയോടെ പറയുന്ന കേട്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മലർ, വാശി പിടിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് ദേഷ്യം വരും, അറിയാലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മ അടിക്കും മോളെ, ഓർത്തു വെച്ചോ. അവൾ കുട്ടിയോട് പറയാണ്. അപ്പോൾ കുട്ടി വീണ്ടും കരയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. മഹേന്ദ്രനും തലയാട്ടുകയാണ്. കാരണം അയാൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രിക അവരുടെ അടുത്തേക്ക് വരുന്നൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ ലക്ഷ്മി സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട് ഏട്ടാ, കാരണം രക്തബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളും അഴിഞ്ഞു പോകുന്നതല്ല. ഒരു ദിവസം അത് തിരിച്ചറിഞ്ഞിട്ട് ചന്ദ്രിക നമ്മുടെ അടുത്തേക്ക് വരും. എനിക്കാ വിശ്വാസമുണ്ട്. ചന്ദ്രിക ഏതോ ദേഷ്യത്തിലാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം ചന്ദ്രികയുടെ മനസ്സ് മാറും. അവൾ ഒരു ദിവസം മലറിനെയും കൂട്ടിയിട്ട് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. മഹേന്ദ്രനും അത് കേട്ട സമയത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞതിൽ ശരിയാണ് ലക്ഷ്മി. ചന്ദ്രികയും മലരും എന്നാണ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, ആ ദിവസം മാത്രമേ നമ്മുടെ വീടൊരു സ്വർഗ്ഗമായി മാറുള്ളൂ. അവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ ചന്ദ്രികയോട് അത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നു. എന്നാലും രണ്ടുപേരും അത്രയും സങ്കടത്തോടെയാണ് അവിടുന്ന് തിരിച്ചു പോകുന്നതും. ആ സമയത്ത് ചന്ദ്രിക മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്, മലർ, കരയല്ലടാ. ചന്ദ്രിക മലറിനെ മടിയിൽ കിടത്തിയിട്ട് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ അവൾക്ക് സ്വയം സമാധാനിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇത്രയും സങ്കടമുള്ള സമയത്തും എന്നെ സംബന്ധിച്ചൊരു സന്തോഷമുണ്ട് ലക്ഷ്മി. എന്താ ഏട്ടാ? ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നമ്മളാണ് അവളുടെ യഥാർത്ഥ അച്ഛനോ അമ്മയോ എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ സ്വത്തിനോ പണത്തിനോ അതല്ല നമ്മുടെ പേരിനോ സ്റ്റാറ്റസിനോ ഒന്നിനും അവൾ ആഗ്രഹിക്കുന്നില്ല. അവളുടെ അഭിമാനം വിട്ടുകളയാതെ ദേഷ്യക്കാരിയായിട്ട് നിൽക്കുക. അത് കേട്ട സമയത്ത് ലക്ഷ്മിക്കും മകളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം തങ്ങളുടെ സ്വത്തുക്കളൊക്കെ അവൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് പോലും അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രിക തിരിച്ചു വന്നിരിക്കുന്നത്.
അപ്പോൾ മഹേന്ദ്രൻ അഭിമാനത്തോടെ പറയുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് ലക്ഷ്മി. ലക്ഷ്മി അഭിമാനത്തോടെ പറയാണ്, ഏട്ടൻ പറഞ്ഞത് വളരെയധികം സത്യമാണ്. ചന്ദ്രികയെ പോലൊരു മോള് നമുക്ക് ജനിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് ഏട്ടാ. അവർക്ക് രണ്ടുപേർക്കും ചന്ദ്രികയെക്കുറിച്ച് ആലോചിച്ച് അഭിമാനം തോന്നുകയാണ്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ മലറിനെയും തലോടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം മേഘ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഏൽപ്പിച്ച പണവുമായിട്ടാണ് മനീഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാറിലാണെങ്കിൽ മേഘയുടെയും പ്രിയയുടെയും അവനും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അവൻ മുന്നിൽ തന്നെ തൂക്കി വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ നോക്കുന്തോറും മനീഷിന് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ആ ഫോട്ടോ തൊട്ടുകൊണ്ട് മനീഷ് പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴാണ് ഒന്നു ചേരുകയെന്ന് അറിയില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നു ചേരും. എനിക്ക് ആ ഒരു വിശ്വാസം നന്നായിട്ടുണ്ട്. അത്രയും സന്തോഷത്തോടെയാണ് മനീഷ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. മാത്രമല്ല അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ മേലെ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കില്ലല്ലോ 20 ലക്ഷം രൂപയും തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയോ സീനിയേഴ്സായ ആൾക്കാരുള്ളപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടാണല്ലോ 20 ലക്ഷം രൂപ തന്നയച്ചത്. എൻ്റെ മേലെയുള്ള വിശ്വാസം തന്നെയാണല്ലോ അതിൻ്റെ കാരണം. അവൻ മേഘയ്ക്ക് തന്നോട് സ്നേഹമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേസമയം മേഘയുടെ അച്ഛൻ മനീഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം അയാൾ ഫോൺ എടുത്തിട്ട് ഒരു ഓട്ടോക്കാരനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ പറയട്ടാ, അയാൾ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഏകദേശം അവിടുന്ന് പുറപ്പെട്ടിട്ട് ഒരു മണിക്കൂർ ആവാറായി. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. നീ റെഡിയല്ലേ? പാർട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നിന്നെ മിസ് കോൾ എടുക്കും. അപ്പോൾ നീ അതും കാത്തു നിൽക്ക്. ശരി ഏട്ടാ. അയാൾ കോൾ കട്ട് ചെയ്യാണ്. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും മനീഷ് മേഘയുടെ അച്ഛനെ ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. അയാൾ അപ്പം തന്നെ ആ ഓട്ടോക്കാരൻ മിസ് കോൾ അടിക്കുകയാണ്. അങ്ങനെ മനീഷിൻ്റെ കാർ കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും ആ ഓട്ടോക്കാരൻ വന്നിട്ട് മനീഷിൻ്റെ കാറിനിട്ടിട്ട് ഇടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. മനീഷാണെങ്കിൽ ആകെ അപ്സെറ്റായിട്ട് വേഗം കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ ഓട്ടോക്കാരനായിട്ട് അവൻ വാഗ്വാദം നടത്തുന്നുണ്ട്. മനീഷ് ചൂടായിട്ടാണ് അയാളോട് സംസാരിക്കുന്നത്. അയാൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന പോലും ഇല്ല. കുറച്ചൊരു ദേഷ്യത്തോടെ തന്നെയാണ് അയാൾ നിൽക്കുന്നത്. മനീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അയ്യോ നിനക്ക് ബുദ്ധിയില്ലേ? ഓട്ടോ കൊണ്ടുവന്നിട്ട് കാറിൻ്റെ മുമ്പിൽ തന്നെ ഇടിച്ചത്. കാറ് ഫുള്ള് ഡാമേജ് ആയി നോക്ക്. അപ്പോൾ ഓട്ടോക്കാരന് വിട്ടുകൊടുക്കുന്നില്ല. സാർ, ഞാൻ സമാധാനത്തോടെ നല്ല രീതിയിൽ തന്നെയാണ് വന്നത്. നിങ്ങളാണ് ഓവർ സ്പീഡിൽ വന്നിട്ട് ഓട്ടോയ്ക്ക് ഇടിച്ചത്. അപ്പോൾ മനീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അയ്യോ നീ ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് വന്നിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നോ? മര്യാദയ്ക്ക് കാറിൻ്റെ ഹെഡ്ലൈറ്റ് റിപ്പയർ ചെയ്യാനുള്ള പൈസ തന്നിട്ട് പോയിക്കോ. അത് കേട്ട സമയത്ത് ഓട്ടോക്കാരൻ പുറത്തേക്ക് വരികയാണ്. പിന്നെ അതിനൊക്കെ നീ വേറെ ആളെ നോക്ക്, ഫോൾട്ട് നിൻ്റെ മേലെ തന്നെയാ. അയാളും വിട്ടുകൊടുക്കുന്നില്ല. മനീഷിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സംസാരം വെറുതെ അവരിങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയം കൊണ്ട് മേഘയുടെ അച്ഛൻ ബൈക്കും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര തല്ലുകൂടി സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ മേഘയുടെ അച്ഛൻ വേഗം വന്ന് കാറിൻ്റെ ഫ്രണ്ടിലെ സീറ്റ് തുറക്കുകയാണ്, ഡോറ് തുറക്കുകയാണ്. മനീഷാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. ഡോറ് തുറന്നിട്ട് ആ പണമുള്ള ബാഗ് എടുത്തപ്പോഴാണ് മേഘയുടെ അച്ഛൻ ആ ഒരു ഫോട്ടോ കാണുന്നത്. പ്രിയയുടെയും മേഘയുടെയും കൂടെ മനീഷ കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. അത് കണ്ട സമയത്ത് അയാൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാൾ ചിന്തിക്കുകയാണ്, നിനക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ടായിട്ടാ എൻ്റെ മോളെ കൂടെ ജീവിക്കണമെന്ന് നീ ആഗ്രഹിച്ചത്? ആ പണം അടങ്ങിയ ബാഗ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ഫോട്ടോ കൂടെ ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടാണ് അയാൾ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും മനീഷ അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ബൈക്ക് ശബ്ദം ഉണ്ടാക്കാതെ തിരിച്ചെടുത്തിട്ട് അയാൾ വേഗം അവിടുന്ന് പോവുകയാണ്. ഓട്ടോക്കാരനാണെങ്കിൽ അയാൾ എടുക്കുന്നത് കാത്തിട്ടാണ് ഈ തർക്കം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. അവസാനം അയാൾ അവിടുന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ ഓട്ടോക്കാരൻ മനീഷിനോട് പറയുന്നുണ്ട്, സാർ, നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് സാർ. ഞാൻ തന്നെ 50 രൂപയ്ക്ക് വാടക കൊടുന്ന ഓട്ടോ ആണ് സാർ. എൻ്റെ അടുത്ത് എവിടുന്നാണ് സാർ പണം? നിന്നോടൊക്കെ സംസാരിച്ച് എന്നെ പറഞ്ഞാൽ മതി, പൊയ്ക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനീഷ അയാളോട് തട്ടിക്കയറാണ്. അപ്പോൾ ഓട്ടോക്കാരൻ പിന്നീട് ക്ഷമയോടെയാണ് സംസാരിക്കുന്നത്. സാർ, സോറി സാർ, ഇനി നിങ്ങൾ ശ്രദ്ധയോടെ പോയിക്കോ സാർ. ഓട്ടോക്കാരൻ അവിടുന്ന് സോറിയൊക്കെ പറഞ്ഞ് പോയതിനു ശേഷം മനീഷ് ഇങ്ങനെ സ്വയം പിറുപിറുക്കാണ്. അയ്യോ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയെന്നറിയില്ല, കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ പൊട്ടി. അപ്പോഴേക്കും അതുവഴി പാസ് ചെയ്ത് വന്ന 2-3 ആൾക്കാർ മനീഷിനോട് കാര്യം ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ഇടിച്ചതാണ്, ശ്രദ്ധിച്ചോടിക്കണ്ടേ ബ്രോ എന്നൊക്കെ അവർ പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധയോടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അവൻ മനഃപൂർവ്വം വന്ന് ഇടിച്ചതാന്നൊക്കെ മനീഷ് പറയാണ്. അങ്ങനെ അവരോട് സംസാരിച്ചതിന് ശേഷം മനീഷ് തിരിച്ചു വന്ന് കാറിൽ കയറുകയാണ്. സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്താണ് മനീഷ് ശ്രദ്ധിച്ചത്, തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന ആ പണടങ്ങിയ ബാഗ് കാണുന്നില്ല. മനീഷ് ശരിക്കും ഷോക്കാവുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ വെച്ച പണം ഇവിടെ പോയി? താഴെയൊക്കെ നോക്കുകയാണ്. സീറ്റ് വണ്ടി ഇടിച്ച സമയത്ത് താഴെ ഇവിടെ വീണിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ പണം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. മനീഷ് ശരിക്കും ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ചിന്തിക്കുന്നുണ്ട്, പണത്തിന് എന്താ സംഭവിച്ചത്? പണം ഇവിടെ തന്നെയാണല്ലോ ഞാൻ വെച്ചത്, അതിനുള്ളിൽ എന്താ സംഭവിച്ചത്? ഞാൻ പണം ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, എവിടെയോ പോയി, എന്താ സംഭവിച്ചിട്ടുണ്ടാവുക?
അവൻ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് ഡിക്കിയൊക്കെ തുറന്നു നോക്കി, പക്ഷെ എവിടെയും പണം ഉണ്ടായിരുന്നില്ല. മനീഷ് ആകെ ടെൻഷനാവാണ്. അവൻ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഇനി എന്താ ചെയ്യുക, മേഘയോട് എന്താ പറയാന്ന് കൂടി അറിയില്ലല്ലോ. മനീഷ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ട ഒരു കരിക്കിൻ്റെ കടയിൽ കയറിയിട്ട് ചോദിക്കുകയാണ്, ഏട്ടാ ആ കാറിൽ നിന്ന് ആരെങ്കിലും ബാഗ് എടുത്തിട്ട് പോകുന്നത് കണ്ടായിരുന്നോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല മോനെ. എന്താ ആ ബാഗിൽ എന്താ ഉണ്ടായിരുന്നത്? അയാൾ ചോദിക്കുകയാണ്. അതിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. അപ്പം അയാളും പറയുന്നുണ്ട്, എന്താ മോനെ ഇത്, പണമുള്ള ബാഗ് വെച്ചിട്ട് നീ ഇത്രയും കെയർലെസ് ആയിട്ടാണോ പോയത്? മനീഷിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ശരി ഏട്ടാ ഞാൻ പോവാണ്. അപ്പം അയാളും പറയുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കും മോനെ, എവിടെന്നെങ്കിലും കിട്ടും. മനീഷ് കാറിൽ കയറി വന്നിരുന്നിട്ട് അലറി ദേഷ്യത്തോടെ നിലവിളിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ മേഘ അനാവശ്യമായിട്ട് എന്നെ വഴക്ക് പറയാണ്. മനീഷിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതേസമയം ഓഫീസിലാണെങ്കിൽ സിദ്ധാർത്ഥും മേഘയും ക്യാബിനിൽ തന്നെയാണുള്ളത്. പക്ഷെ സിദ്ധാർത്ഥ് വേറൊരു ലോകത്താണ്. അവൻ്റെ മനസ്സ് നിറയെ രാവിലെ മലര് വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ കാണണമെന്ന് കെഞ്ചിക്കൊണ്ട് ആവശ്യപ്പെട്ടതൊക്കെയാണ് ഓർമ്മ വരുന്നത്. സിദ്ധു, എനിക്ക് ഇപ്പം തന്നെ നിന്നെ കാണണം തോന്നുക സിദ്ധു. അപ്പം സിദ്ധാർത്ഥ് അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയിടാ മോളെ, ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ വന്നിട്ട് രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് കൊണ്ടുവരാം. തീർച്ചയായിട്ടും വരുമോ സിദ്ധു? മലര് വീണ്ടും പ്രതീക്ഷയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ വരും. അതിനുശേഷം ജാനകി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണോ? തീർച്ചയായിട്ടും ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. സിദ്ധാർത്ഥ് ജാനകിയോട് തിരിച്ചു പറഞ്ഞതാണ്. എൻ്റെ സംസാരത്തെ മറികടന്ന് നീ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ നീ വരുമ്പോഴേക്കും ഞാൻ ഈ വീട്ടിൽ ശവമായിട്ടാണ് ഉണ്ടാവുക. അമ്മ അവനോട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് സിദ്ധാർത്ഥ് ടെൻഷനോടെ ഇരിക്കുകയാണ്. മേഘ നോക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് എന്തോ ആലോചനയിൽ ഇരിക്കുകയാണ്. അവൾക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് പരിഹസിക്കാമെന്ന് കരുതിയിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, എന്താ സിദ്ധു, ചന്ദ്രിക നിന്നോട് പറയാതെ അവളുടെ നാട്ടിലേക്ക് പോയി എന്നാ തോന്നുന്നത് അല്ലേ? സിദ്ധാർത്ഥ് വന്ന ദേഷ്യത്തിൽ മേഘയെ നോക്കുകയാണ്. ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മേഘയാണെങ്കിൽ വീണ്ടും വിട്ടുകൊടുക്കുന്നേ ഇല്ല. മേഘ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇനി ചന്ദ്രിക ഇങ്ങോട്ട് വരുന്നു തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സിദ്ധു? അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മേഘ നിന്റെ ജോലി എന്താണോ അത് മാത്രം ചെയ്. ശരി. മേഘ അവനെ പരിഹസിച്ചുകൊണ്ട് പോയിട്ട് അവളുടെ സീറ്റിലിരിക്കുകയാണ്. ആ സമയത്ത് മേഘയുടെ അച്ഛൻ പണം തട്ടിയെടുത്ത് കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരും അയാൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായ സമയത്ത് അയാൾ വണ്ടി നിർത്തിയിട്ട് മേഘയ്ക്ക് കോൾ ചെയ്യാണ്. അയ്യോ അച്ഛനാണല്ലോ വിളിക്കുന്നത്, പുറത്തു പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മേഘ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവാണ്. പറയച്ചാ എന്തായി, മനീഷിൻ്റെ കാര്യം ഓക്കെ ആയോ? അപ്പോൾ അയാളും സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റെടുത്ത ഏതെങ്കിലും ഒരു കാര്യം ഫെയിലായിട്ടുണ്ടോ മോളെ? ആ മനീഷിൻ്റെ അടുത്തുനിന്ന് ഞാൻ ബാഗ് അടിച്ചു മാറ്റി മോളെ. അത് കേട്ട സമയത്ത് മേഘയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. സൂപ്പർ അച്ഛാ, അടിപൊളി. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഈ പണം ഞാൻ എവിടെയാണ് കൊണ്ടുവരണ്ടേന്ന്? തൽക്കാലം അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ വെക്ക്, വൈകുന്നേരം കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം. ആരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? മേഘ വീണ്ടും ചോദിക്കുകയാണ്. ഇല്ല മോളെ, ഇനി കുറച്ചു നേരം കൊണ്ട് ആ മനീഷ് നിൻ്റെ മുന്നിൽ വന്നിട്ട് കരഞ്ഞിട്ട് പറയും, അയ്യോ ബാഗ് പോയെന്ന്. മേഘ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണ്. അവൾ അച്ഛനോട് പറയുന്നുണ്ട്, ആ മനീഷ് ഓഫീസിലേക്ക് വരട്ടെ, ഇന്ന് അവൻ്റെ ലാസ്റ്റ് ദിവസമാണ്, ഇന്നത്തോടെ അവനെ പറഞ്ഞു വിടാൻ പോവാണ്. ആദ്യം അത് ചെയ്. അയാളും സപ്പോർട്ട് ചെയ്യാണ്. ശരി അച്ഛാ, ഞാൻ ഫോൺ വെക്കുകയാണേ. മേഘ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് ഉണ്ടായിരുന്നത്. അവൾ തിരിച്ചു ക്യാബിനിൽ പോയി ഇരിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അവൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേഘ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്, മനീഷ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ. ആ സമയത്ത് അവിടെയുള്ളൊരു സ്റ്റാഫ് കയറി വരികയാണ്. അനുവാദം വാങ്ങിച്ചതിന് ശേഷം സിദ്ധാർത്ഥിനോട് അവൾ പറയുന്നുണ്ട്, സർ ഇന്നൊരു 45 lakhs നമ്മളൊരു കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ കുറച്ച് പണം കുറവാണ്. എന്താ ചെയ്യുക സർ? ഓ അങ്ങനെയാണോ? അതിനുശേഷം മേഘയെ വിളിച്ചു വരുത്തിയിട്ട് മേഘയോട് ചോദിക്കുന്നുണ്ട്, മേഘ ഇന്നലെ ഒരു ക്ലയൻറ്റ് നമുക്കൊരു 20 ലക്ഷം രൂപയോളം തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോ? ആ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനീഷ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും സിദ്ധു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, കുറച്ചു നേരം കൊണ്ട് ആ പണം നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് എത്തും. ആ എമൗണ്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം നമുക്ക് അവർക്കുള്ള പണം അയച്ചു കൊടുക്കാം. ഓക്കെ സർ. ആ സ്റ്റാഫ് പുറത്തേക്ക് പോവുകയാണ്. മേഘ അവളുടെ സീറ്റിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് മേഘ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മനീഷ് വരുന്നതും കാത്തിട്ട്. ആ സമയത്താണ് തോറ്റു തളർന്നവനെ പോലെ തല താഴ്ത്തിക്കൊണ്ട് മനീഷ് അങ്ങോട്ടേക്ക് വന്നത്. മനീഷ് വന്നപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, എന്തായി മനീഷ്, ആ എമൗണ്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞോ? ആ സമയത്ത് മറുപടി ഒന്നും ഇല്ലാതെ തല താഴ്ത്തിയിട്ട് കരയാണ് മനീഷ്. ഒന്നും മനസ്സിലാവാതെ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, മനീഷ് എന്തു പറ്റി? അപ്പോൾ കരഞ്ഞുകൊണ്ട് മനീഷ് പറയുന്നുണ്ട്, ഞാൻ കബളിപ്പിക്കപ്പെട്ടു സർ. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥ് ഷോക്കായിട്ട് ഒന്നും മനസ്സിലാവാതെ മനീഷിനെ നോക്കുകയാണ്. അതേസമയം മേഘയാണെങ്കിൽ ഒരു പരിഹാസ ചിരിയോടെയാണ് നിൽക്കുന്നത്. കാരണം അവൾക്കറിയാലോ എന്താ സംഭവിച്ചതെന്ന്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.